കോട്ടയത്തൊക്കെ ഇന്നലെ രാത്രി തുടങ്ങിയ മഴയിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് മനുഷ്യർ. പകലും പലയിടങ്ങളിലും മഴ തുടരുന്നുണ്ട്. കോട്ടയത്ത് വെള്ളം കയറിയ പ്രദേശങ്ങളിൽ നിന്നും ഷിനോ ജസ്റ്റ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. ഇപ്പോഴും കനത്ത മഴ പെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന കോട്ടയം നഗരത്തിലാണ്, നട്ടാശ്ശേരിയിലാണ്. ഈ കാണുന്ന വീടിൻ്റെ മുക്കാൽ ഭാഗത്തോളം വെള്ളം കയറി എന്നതിനെ പറയേണ്ടി വരും. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഈ വെള്ളം കയറി തുടങ്ങിയത്. പൂർണ്ണമായും ഇന്നലെ രാത്രിയോട് കൂടി തന്നെ വീടിൻ്റെ മുക്കാൽ ഭാഗത്തോളം വെള്ളം കയറി. പടിഞ്ഞാറൻ മേഖലയും ഒപ്പം തന്നെ ഈ കോട്ടയത്തിൻ്റെ നഗരമേഖലകളിൽ പൂർണ്ണമായും ദുരിതത്തിലായി എന്ന് തന്നെ പറയേണ്ടി വരും. അമ്മ, ഉള്ള വെള്ളം കയറിയല്ലേ? വീട്ടിൽ വെള്ളം കയറി. ഇന്നലെ 4:30 വെള്ളം കയറിയതാണ്. പിന്നെ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ പൊക്കിയൊക്കെ വെച്ചു മനയാതെ. പിന്നെ ഞങ്ങൾ ഇവിടെയാണ്, ക്യാമ്പിലാണ്. പിന്നെ ബ്ലോക്കിൽ നിന്ന് പണിത ക്യാമ്പാണ്, അവിടെയാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത്. ഇപ്പം ഇന്നലെ വൈകിട്ടോട്ട് കയറിയതാണ്. ക്യാമ്പിൽ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? ക്യാമ്പിൽ ബാത്റൂം ഒന്നുമില്ല. അത് നമ്മൾ വേറെ എവിടെയെങ്കിലും കര ഉള്ള സ്ഥലത്ത് പോകേണ്ടി വരും. അത് പെട്ടെന്ന് പണിതല്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് ബാത്റൂമിൻ്റെ ഇല്ല, കിണറും ഇല്ല. 2018 ഇത്ര വെള്ളം കയറിയതാണ്. 2018 ഇത്രയും കയറിയില്ല. ശകലം കൂടെ ആകുമ്പോൾ 2018 വെള്ളം ആവും. പലരും ക്യാമ്പുകളിലൊക്കെ തന്നെ മാറാൻ വിമുഖതയൊക്കെ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രിയോട് കൂടി കാര്യങ്ങളൊക്കെ തന്നെ മാറി എന്ന് വേണമെങ്കിൽ പറയാം. ഫയർഫോഴ്സുമായി സംസാരിക്കുമ്പോൾ ആ തരത്തിൽ നിരവധി കോളുകൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ മാറാൻ മടിച്ചിരുന്ന ആളുകളൊക്കെ തന്നെ ഇപ്പോൾ ഫയർഫോഴ്സിനെ വിളിച്ച് രക്ഷാകരങ്ങളൊക്കെ തന്നെ തേടുന്നുണ്ട്. അവിടെ കുടുങ്ങിപ്പോയതാണ്. അതെ, ഇല്ല, എല്ലാവരും പോകുന്നു. ഞങ്ങളുടെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് മാറിക്കൊണ്ടിരിക്കും. അതെ, വെള്ളം കയറി. 2018 പ്രളയത്തിനെക്കാട്ടിലും വെള്ളം വരുന്നുണ്ട് ഇപ്പോൾ. സാധാരണ ഈ വഴി പൊങ്ങിയതിന് ശേഷം ഇത്രയും വെള്ളം വന്നിട്ടുള്ളതല്ല. പണ്ടൊക്കെ വെള്ളം കയറുക എന്ന് പറഞ്ഞാലും പറമ്പിലൊക്കെ വന്ന് പോകത്തുണ്ടായിരുന്നുള്ളൂ. ഇവിടം വരെ വെള്ളം വരണം. പക്ഷെ ഇപ്പം അതും കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുക. ഇപ്പം മഴ നിൽക്കുന്നുമില്ല. പാലായിൽ വെള്ളം ഇറങ്ങി കഴിയുമ്പോൾ ഇങ്ങോട്ട് വരും വെള്ളം. വീണ്ടും ആൾക്കാർ അത്തരത്തിൽ ആ ഭാഗങ്ങളിൽ നിന്ന് ആളുകളൊക്കെ തന്നെ ഒഴിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ട് രക്ഷപ്പെടുത്തി ഈ കരയിലേക്കൊക്കെ തന്നെ എത്തിക്കുകയാണ്. ഇനി ആരെയും കുടുങ്ങി കിടപ്പുണ്ട് അവിടെ? ഇനി ഉണ്ടോന്ന് അറിയാൻ മേലുണ്ട്. അവിടെ ആ ഭാഗത്തായിട്ട് ഒത്തിരി ആൾക്കാരുണ്ട്. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഇടവഴിയിലൊക്കെ ഒത്തിരി വീട്ടിൽ ആൾക്കാർ സ്ട്രക്കായി കിടപ്പുണ്ട്. പക്ഷേ NDRFിൻ്റെ സംഘം എല്ലാം ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഈ മഴ ഒരു തടസ്സമാണ് എല്ലാത്തിനും. ഇന്നലെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഈ റോഡിലൂടെയൊക്കെ തന്നെ പോകുന്ന സമയത്ത് ഈ റോഡിൽ ഒരു തുള്ളി വെള്ളമില്ലാതിരുന്ന സ്ഥലമാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഈ മുട്ടോളം വെള്ളത്തിൽ നിന്ന് നമ്മൾ നിൽക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്. ഒരു കുഞ്ഞിനെയുമായി ഒരമ്മയും ചേച്ചിയുമുണ്ട്. അത്തരത്തിൽ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരുന്നതാണ് ദൃശ്യങ്ങൾ കാണുന്നത്. ചേട്ടാ, ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ അവിടെ? ഇനിയുണ്ടോ? മാറിക്കൊണ്ടിരിക്കുക. അവിടെ ഫാമിലി അവിടെയാണ്. അപ്പോൾ അവിടെ പച്ചക്കറിയൊക്കെ ആയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് അങ്ങോട്ട് കൊടുക്കാൻ. വെള്ളം കയറിയോ? വെള്ളം കയറി. മുറ്റത്ത് കയറി, വീട്ടിലോട്ട് കയറത്തില്ല. വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വരവ് വെള്ളമുണ്ട്, അതിനൊപ്പം തന്നെ ഈ മഴയുമുണ്ട്, നിർത്താതെ പെയ്യുന്ന മഴയുമുണ്ട്. ഈ രണ്ടും കൂടി ചേരുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ദുരിതമായി മാറുന്നത്. ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോ ജസ്റ്റി, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.